ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നിധി അവിടെ തലയിൽ മുല്ലപ്പ് കുത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സുധീഷിനെയും നിധിയെയും കൂടെ ചേർത്ത് ഒരു ഫോട്ടോ എടുക്കാൻ അനിയന്മാർക്ക് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചേർന്ന് നിൽക്കുന്നു പറഞ്ഞുകൊണ്ട് നികേഷ് സുധീഷിനെ നിധിയുടെ അടുത്തേക്ക് ചേർത്ത് നിർത്തും. അപ്പോൾ നിധി പോലും അറിയാതെ നമ്മുടെ സുധീഷ് ചെന്ന് ഒട്ടിപ്പറ്റി ചേർന്ന് നിന്ന് 2 ഫോട്ടോയും അങ്ങ് എടുത്തു. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വിനും അതുപോലെ തന്നെ സുനന്ദയും കൂടി വന്നു. ആഹാ, നിങ്ങൾ റെഡിയായെന്ന് ചോദിച്ചു. ആ, ഞങ്ങൾ റെഡിയായി. ആഹാ, നിങ്ങൾ നല്ല മാച്ചിങ് ആയിട്ടുണ്ടല്ലോ എന്ന് നികേഷ് അന്നേരം പറയാം. ആണോ എന്ന് ചോദിച്ച് സുനന്ദയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ സുധീഷും അതുപോലെ നിധിയും കൂടെ അവിടെ നിൽക്കുന്നു. അപ്പോൾ അവരെ നോക്കി ഇവർ ചിരിച്ചൊക്കെ കാണിച്ചു. മോനെ, എന്ന് നമുക്ക് പോയാലോ എന്ന് ചോദിച്ചുകൊണ്ട് ലളിത, നമുക്ക് ഒരുമിച്ച് പോകാമല്ലേ എന്ന് സുനന്ദ. ആ ഓക്കെ, പോകാലോ എന്നും പറഞ്ഞിട്ട് ഇവരിങ്ങനെ നിൽക്കുന്നു. ലളിതയ്ക്ക് ഭയങ്കര ദേഷ്യം. അത് വേണ്ട, അവിടെ ചെന്ന് കുറേ കാര്യങ്ങളുള്ളതാണെന്ന് ലളിത പറയാം. അതെന്താ കുറേ കാര്യങ്ങൾ, തള്ളയ്ക്ക് വാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് നികേഷും ഹരീഷും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെവി പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. നമുക്ക് ആദ്യം പോകാം, ഇവർ സൗകര്യം പോലെ വരട്ടേന്നേ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ എന്ന് പറഞ്ഞ് ഇവർ നിൽക്കുക കേട്ടോ. എന്ന് പറയുമ്പോൾ ഇവിടെ സുധീഷും അങ്ങനെ ഇവർ പോകാൻ ഇറങ്ങുന്നു. അങ്ങനെ ഇവർ പോകുന്ന സമയത്ത് നമ്മുടെ ചാന്ദിനി ഒരുങ്ങി അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ നികേഷ് ഡ്രസ്സ് ബഹത്ത് അച്ചാഹേ എന്നും പറഞ്ഞിങ്ങനെ പറയാട്ടോ. ശുക്രിയ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുന്നു. ആ സമയം ശുക്രിയ എന്ന് പറഞ്ഞ സുധീഷ് എല്ലാവരുടെയും ഡ്രസ്സും നോക്കി നീ ഇങ്ങനെ നിൽക്കുകയാണോ എന്ന് ഹരീഷ് നികേഷിനോട് ചോദിക്കുമ്പോൾ നല്ലതാണെന്ന് പറയണം. അല്ല, നിങ്ങളാരും എപ്പോൾ ഇറങ്ങണല്ലേ എന്നും ചോദിച്ചു സുഭാഷ് വന്നു. അച്ഛനോ? അച്ഛൻ രാവിലെ വരുന്നത് കണ്ടു, കുളിച്ചിട്ട് പോകുന്നതും കണ്ടു. അമ്പലത്തിലുണ്ടാവും എന്തോ എന്നും പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ നിൽക്കുക. ഉണ്ടെങ്കിൽ എന്തോ ഇല്ലെങ്കിൽ എന്തോ, നിങ്ങൾ വന്നേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ സുധീഷ്. വാ നിധി എന്നും പറഞ്ഞ് ഇവരെല്ലാവരും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എല്ലാവരും അങ്ങനെ അമ്പലത്തിൽ ചെന്നു. അപ്പോൾ നമ്മുടെ മണിച്ചേട്ടനുണ്ട് കൂട്ടത്തിൽ. അദ്ദേഹമാണെങ്കിൽ ഇവർക്ക് അമ്പലമൊന്നും അറിയില്ലാത്തതുകൊണ്ട് എല്ലാം പറഞ്ഞൊക്കെ കൊടുക്കുക. അപ്പോൾ പ്രധാന പ്രതിഷ്ഠയ്ക്ക് ചുറ്റും 3 ഉപപ്രതിഷ്ഠകളുണ്ട്. ശിവപാർവതി പ്രതിഷ്ഠ, ധർമ്മശാസ്താവ്, ശ്രീ മുരുകൻ, അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചെന്ന് തൊഴുതു വന്നോളാൻ പറഞ്ഞു. പിന്നെ വഴിപാട് കൗണ്ടറിൽ ചെന്ന് ചെയ്യേണ്ട വഴിപാടിൻ്റെ ലിസ്റ്റ് എടുക്കണം, അത് അവിടെ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരും കൂടെ പോവുക. അപ്പോൾ എന്താണ് പിള്ളേരെ വരാൻ വൈകിയതെന്ന് ചോദിച്ചു ഭാസ്കരേട്ടൻ തൻ്റെ കൂട്ടുകാരുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലും. ഞാൻ രാവിലെ നേരത്തെ എത്തി തൊഴുതു എന്നൊക്കെ അദ്ദേഹം പറയാം മക്കളോട്. ഇത്ര പെട്ടെന്നോ എന്നും പറഞ്ഞിട്ട് സുധീഷും നികേഷും കൂടി ഇങ്ങനെ അവിടെ നിന്ന് പറയാട്ടോ. അങ്ങനെ പിള്ളേർ അങ്ങോട്ടേക്ക് ചെന്നപ്പം ഭാസ്കരേട്ടൻ്റെ കൂട്ടുകാരുണ്ട് ചുറ്റിനും. ഭാസ്കരേട്ടൻ്റെ ഒരു റൗണ്ട് തൊഴുകയും വഴിപാടൊക്കെ ചെയ്തിട്ടൊക്കെ നിൽക്കുകയാണെന്ന് പറയാം കേട്ടോ മണിയേട്ടൻ. അപ്പോൾ ഞാനൊരു അഷ്ടൈശ്വര്യ പൂജയ്ക്ക് ചീട്ടാക്കിയിട്ടുണ്ടെന്നും ആദിലക്ഷ്മി, ധനലക്ഷ്മി, ധാന്യലക്ഷ്മി, ഗജലക്ഷ്മി, സന്താനലക്ഷ്മി, ഇപ്പോൾ വീരലക്ഷ്മി, വിജയലക്ഷ്മി, വിദ്യാലക്ഷ്മി, അങ്ങനെ ഈ 8 ലക്ഷ്മി ഭാവങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ മറ്റൊന്നും വേണ്ടെന്നല്ലേ അല്ല പ്രസിഡന്റ് എന്നൊക്കെ ഭാസ്കരേട്ടൻ ചോദിക്കുക കേട്ടോ. അച്ഛൻ ഈ പറയുന്നൊക്കെ കേട്ട് ഇവർ കിളി പോയി ഇങ്ങനെ നിൽക്കുക മക്കൾ. അപ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ സുധീഷ് ഇന്നലത്തെ അണ്ണനിന്ന് തമ്പിയായി മാറിയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താടാ നിങ്ങൾ ചെന്ന് തൊഴുതിട്ടോ, പിന്നെ ഇതായിട്ട് പിള്ളേരാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തരെ പരിചയപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ ചേട്ടൻ മരിച്ചാലും മക്കളെ ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പ്രാർത്ഥിക്കാനും വഴിപാട് കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്ക് ലളിതയും മക്കളും കൂടെ ഇവിടെ നിന്ന് അതിന് മുന്നേ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ചെരുപ്പ് ഊരാനാണോ എന്ന് നമ്മുടെ നികേഷ് അതായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ നിൽക്കുക കേട്ടോ, ലളിതയെ കളിയാക്കിക്കൊണ്ട്. അപ്പോൾ ലളിത ഇങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ചുറ്റിലും വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അമ്മ ഇത് എന്ത് ഭാവിച്ചൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു നമ്മുടെ സുനന്ദ. ഞാൻ കാര്യമല്ലേ പറഞ്ഞത് പ്രസിഡന്റേ, ഞങ്ങളുടേതടക്കം 17 കുടുംബങ്ങളുടെ തറവാട്ടമ്പലമാണ് ഇതെന്നും പറഞ്ഞുകൊണ്ട് ലളിത ഇങ്ങനെ നിന്നങ്ങ് സംസാരിക്കാൻ തുടങ്ങി. എല്ലാ വർഷവും ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലേക്ക് വേണ്ടി നിശ്ചയത്തുക സംഭാവന ചെയ്യാറില്ലേ എന്ന് ചോദിച്ചു. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഇവർ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്ന് ലളിത ചോദിക്കുക. അവിടെ പണി കൊടുക്കാനാണ് ലളിത നോക്കുന്നത്. പിന്നെ അതുകൊണ്ട് ആ കാശ് മുഴുവനായിട്ട് വാങ്ങാതെ ഇവരെ പൂജ ചെയ്യാൻ സമ്മതിക്കരുത് എന്ന് ലളിത പറയുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക കേട്ടോ. ഈശ്വര പണിപ്പാളി എന്നും പറഞ്ഞ് സുധീഷും നികേഷും കൂടെ അവിടെ നിൽക്കുകയാണ്. എന്തിനാ സുനന്ദ നമ്മളിതിലൊക്കെ ഇടപെടുന്നതെന്ന് ഈ സുനന്ദയോട് അശ്വിൻ ചോദിക്കുമ്പം അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവേണ്ടേ എന്ന് സുനന്ദ. എൻ്റെ പൊന്നി എന്നും പറഞ്ഞുകൊണ്ട് അശ്വിൻ ഇങ്ങനെ അവിടെ നിൽക്കുവട്ടെ. ലളിത ഇവർക്കിട്ട് പാരപണിയാൻ നോക്കുന്നതാ. എന്ന് വെച്ചാൽ അത് വലിയൊരു സംഖ്യ ആവില്ലേ, ഒറ്റയടിക്ക് ഈടാക്കാൻ പറ്റുമോ എന്ന് പ്രസിഡന്റ് ചോദിച്ചു. അപ്പോൾ എന്താ പറ്റാത്തെ, ഇത്രയും നാൾ തറവാട്ടമ്പലവും പരദേവതയും വേണ്ടെന്ന് വെച്ച് നടന്നവരല്ലേ എന്ന് ലളിത ചോദിക്കാം. പിന്നെ അപ്പം എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. അന്നേരം എടി ലളിതേ, പൂതനെ, നിന്നേക്കാളും മുന്നേ ജനിച്ചവനാ ഞാൻ. അതുകൊണ്ട് തറവാട്ടമ്പലത്തിന്റെ അവകാശത്തെ പറ്റിയൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ടെന്ന് പറഞ്ഞു. അമ്പലത്തിലേക്കുള്ള മുടക്ക് എങ്ങനെ തീർക്കണമെന്ന് ഞാൻ പ്രസിഡന്റിനോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മുടെ ഭാസ്കരേട്ടൻ അന്നേരം പറഞ്ഞു. ലളിത അങ്ങ് ചമ്മി. നിങ്ങൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്താൽ മതി ഭാസ്കരേട്ടാ എന്ന് മണിച്ചേട്ടൻ അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞ നമ്മുടെ ഭാസ്കരേട്ടൻ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വലിയൊരു പ്രശ്നം എടുത്തിട്ടതാണത് ചീറ്റിപ്പോയി. അപ്പോൾ ലളിതേച്ചി, മുടങ്ങിക്കിടന്ന നിങ്ങളുടെ ഒരു
കാര്യങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തി തന്നത് ഞാൻ തന്നെ അല്ലേ എന്ന് മണിച്ചേട്ടൻ അന്നേരം ലളിതയോട് ചോദിച്ചു. ഓഹോ, അപ്പം അത് ശരി. എന്നിട്ടാണോടി നീ ഞങ്ങളെ ചട്ടം പിടിപ്പിക്കാൻ വരുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ലളിത പിന്നെ നമ്മളോട് ഇങ്ങനെ നിൽക്കട്ടെ ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ. ഭാസ്കരേട്ടാ, അമ്പലത്തിൻ്റെ മുന്നിൽ വെച്ച് ഒരു തർക്കമോ വഴക്കോ ഒന്നും ആവശ്യമില്ല. ഇവിടെ ആളുകൾ വരുന്നത് ഈശ്വരനിൽ മനസ്സർപ്പിച്ചു പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതാദ്യം നടക്കട്ടെ, അതിനുശേഷം ആകാം നമുക്ക് നിയമവും കാര്യങ്ങളും ഒക്കെ. എന്താ പോരെ, ചെന്ന് പ്രാർത്ഥിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ പ്രാർത്ഥിക്കാനായിട്ട് വിട്ടു. പിന്നെ ദേവിയെ പ്രാർത്ഥിച്ചു തൊഴുതു, പ്രസാദമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ തിരുമേനിയാണെന്നുണ്ടെങ്കിൽ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും എത്തേണ്ട സമയത്ത് ദേവി ഇവിടെ എത്തിച്ചില്ലേ, മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോളൂ, വിളി കേൾക്കുന്ന ദേവിയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആ തിരുമേനി പറഞ്ഞിട്ട് അകത്ത് കയറി പോയി. ഇവർ നിന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ലളിത ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെത്ര പ്രാർത്ഥിച്ചാലും ഇവർക്ക് പലൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ നികേഷ് അന്നേരം അവിടെ നിന്ന് പറയാം. ആ സമയത്ത് നമുക്ക് പ്രദക്ഷിണം വെക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അശ്വനും സുനന്ദയും കൂടെ പ്രദക്ഷിണം വെക്കാനായിട്ട് പോയി. ലളിതയാണ് കുശുമ്പ് കയറി ഇങ്ങനെ നിൽക്കുക. അമ്മായി പോണില്ലേ എന്ന് സുധീഷ് ചോദിച്ചു. ചെല്ല്, ഏതാളും കൂടെ ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ഭാസ്കരേട്ടൻ. അങ്ങനെ അവർ പ്രദക്ഷിണം വെക്കാൻ പോയി. ഇവരെ നിന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം തൊഴുത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഭാസ്കരേട്ടൻ ഓരോരുത്തരെ കണ്ട് വർത്താനം പറയാനായിട്ട് അങ്ങോട്ടേക്ക് തോന്നുന്നു. മക്കളെല്ലാവരും കൂടെ അവിടെ ചൂട് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ ഓരോ കൂട്ടുകാരെയൊക്കെ കണ്ടിങ്ങനെ അവരവിടെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സുഭാഷിൻ്റെ തലയിൽ കുറച്ച് പൂ കിടക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ചാന്ദിനി വന്ന് പതുക്കെ ആ പൂവൊക്കെ തട്ടിക്കളയാം. അപ്പോൾ ഇതൊക്കെ ഇവർ കണ്ടു. നമ്മുടെ നിധിക്കും ഇവർക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു ചിരിയൊക്കെ. അപ്പോൾ ഇത് സുനന്ദയും അതുപോലെ ലളിതയും കണ്ടു. ഇത് കണ്ടപ്പം എടി അശ്വനോടൊപ്പം എടിയെന്ന് ചോദിച്ചു സുനന്ദയോട്. അപ്പോൾ എന്തോ ഫോൺ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു പോയതാണെന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ സുനന്ദ ഇങ്ങനെ ഇവരെ തന്നെ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് അമ്മേ, അശ്വനുള്ളപ്പോൾ അമ്മ അവരോട് തർക്കിക്കാനും വഴക്കിടാനൊന്നും പോകരുത് കേട്ടോ, എന്നോട് ചോദിക്കുവാ എന്ന് കരുതി മിണ്ടാതിരിക്കാൻ പറ്റുമോ എന്ന് ലളിതയുടെ വകയൊരു ചോദ്യം. നമ്മൾ വരുന്ന അതേ ദിവസം നോക്കി ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തോ ഒരു കാര്യമുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മേന്ന് സുനന്ദ പറഞ്ഞു. അഡ്രസ്സ് കൊടുത്തത് ഗംഗാധര അമ്മാവനല്ലേ? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ഇവരുടെ അച്ഛൻ ആ ഭാസ്കരൻ അറിയാത്ത സ്ഥലം വല്ലതും ആണോ ഇത്? എന്നിട്ട് അയാൾ പറഞ്ഞു കൊടുത്തില്ലല്ലോ എന്ന് ലളിത. എന്തോ ഒരു ഇരിപ്പുണ്ട്, അത് ഉറപ്പാണ്. അങ്ങനെ അതും പറഞ്ഞ് ഇവരിയ്ക്കുന്നു. അപ്പോൾ മണിച്ചേട്ടൻ അങ്ങോട്ടേക്ക് വന്നു. മണിച്ചേട്ടൻ വന്നപ്പോൾ ഇവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ്. അപ്പം നന്നായിട്ട് തൊഴുതില്ലേന്ന് ചോദിച്ചു. ആ തൊഴുതു. നിങ്ങളെന്തായാലും വന്നത് നല്ല സമയത്താണ് കേട്ടോ. നാളെ കർക്കിടക സദ്യയുണ്ട്. പിന്നെ ഈ അമ്പലത്തിൽ അത് വലിയ വിശേഷം വന്നേ. അപ്പോൾ എന്താ വിശേഷമെന്ന് നിധി ചോദിച്ചു. അപ്പോൾ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും നേടാനോ ആരുടെയെങ്കിലും കഷ്ടകാലം മാറ്റാനോ ഒക്കെ ഉണ്ടെങ്കിൽ ആ ആളിൻ്റെ അടുത്ത ബന്ധുക്കൾ ശൂലം കൂത്തി അമ്പല പ്രദക്ഷിണം നടത്തും. അപ്പം ശൂലം തുള്ളലെന്നും അതിന് പറയും. അപ്പോൾ അതിന് ധാരാളം ആൾക്കാർ ഇവിടെ വരാറുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമേ. ഇവരിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. എൻ്റെ ചേട്ടൻ അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് സുധീഷിൻ്റെ വക ഒരു ചോദ്യം. അപ്പോൾ ആചാരങ്ങൾ ദിവസം തോറും കൂടിക്കൂടി വരല്ലേ. പണ്ടില്ലാതിരുന്ന പല ആചാരങ്ങളും ഇപ്പോൾ ഉണ്ടായി വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുന്നു. ആ സമയത്ത് പലതും അനാചാരങ്ങളാണെന്ന് മാത്രം പറഞ്ഞ നമ്മുടെ ഹരീഷ്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. പിന്നെ നാളത്തെ വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളെന്തായാലും ആദ്യമായിട്ട് ഇവിടെ വരുമല്ലേ, നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ടൊക്കെ വരാൻ പറഞ്ഞു മണിച്ചേട്ടൻ. അപ്പോൾ നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വരുന്നില്ല, ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ പോയി കണ്ടിട്ട് വരാൻ പറഞ്ഞു സുഭാഷ് ഇങ്ങനെ പറയുന്ന സുധീഷിനോടും അതുപോലെ നികേഷിനോടും. അങ്ങനെ നമ്മുടെ സുധീഷും നിധിയും കൂടെ അവിടെയൊക്കെ കറങ്ങി കാണാനായിട്ട് പോകാൻ ഇവരെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ അവർ രണ്ടുപേരെയും കൂടെ പറഞ്ഞു വിട്ടു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അതിലേക്ക് ചുറ്റി കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണു, അമ്പലവും പരിസരവും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇത്രയും നാൾ കൂടെ ജീവിച്ച അച്ഛൻ്റെ നാട് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ചെറുപ്പത്തിലെ മരിച്ചുപോയ അമ്മയുടെ നാട് എങ്ങനെ അറിയാനാണെന്ന് നിധി അമ്മയുടെ നാട് ഇവിടെയാണോ എന്ന് ചോദിച്ചപ്പോൾ സുധീഷ് പറയുവാണ്, ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും ഞങ്ങളെ എങ്ങോട്ടും കൊണ്ടുപോയിട്ടുമില്ല, ആരും ഞങ്ങളെ കാണാൻ വരാറുമില്ലായിരുന്നു. ആരും വരാറില്ലായിരുന്നോ എന്ന് ചോദിച്ചാൽ അമ്മയുടെ അമ്മമ്മ വല്ലപ്പോഴും കാണാനായിട്ട് വരുമായിരുന്നു. വരുമ്പോൾ കുറേ പലഹാരങ്ങളും മിഠായിയൊക്കെ കൊണ്ടുവരുമായിരുന്നു. പോകുമ്പോൾ 10 രൂപയുടെ ഓരോ നോട്ട് ഞങ്ങളുടെ 3 പേരുടെയും കയ്യിൽ വെച്ച് തരുമായിരുന്നു എന്ന് സുധീഷ് പറയാണ്. അമ്മ മരിച്ചതിന് ശേഷം പിന്നെ അമ്മമ്മയും വരാണ്ടായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയാം. ഞങ്ങളെ അന്വേഷിച്ച് ആരും വരാത്തത് കൊണ്ട് ഞങ്ങളും ആരെയും അന്വേഷിച്ച് പോവാണ്ടായെന്നും സുധീഷ് നിധിയോട് പറയുന്നു. അപ്പോഴേക്കും മറ്റൊരു സ്ത്രീ വീട്ടിലേക്ക് വന്നു. വീടിൻ്റെ സ്വഭാവമേ അങ്ങ് മാറി. ഞങ്ങൾ മറ്റൊരു ലോകത്തായി പോയെന്ന് പറയാട്ടോ. അപ്പോൾ എന്നാലും മറ്റുള്ള കുട്ടികളുടെ വീട്ടുകാരെ കാണുമ്പോൾ അന്വേഷിക്കണം തോന്നിയിട്ടില്ലെന്ന് ചോദിച്ചു നിധി. അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല, അത് ശരിക്കും കഷ്ടമായിപ്പോയെന്ന് നിധി അന്നേരം സുധീഷിനോട് പറയാണ്. അമ്മ പോയതിന് ശേഷം ഞങ്ങളുടെ അമ്മയും അച്ഛനും ബന്ധുവും ചേട്ടനും എല്ലാം ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് സുഭാഷിനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുക. അപ്പോൾ സുഭാഷ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു ചേട്ടനോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ സുഭാഷിനോടുള്ള ഒരു സ്നേഹം നമ്മുടെ സുധീഷ് ഇങ്ങനെ നിധിയോട് പറയുകയും ചെയ്തു. അല്ല
അങ്ങനെ എന്തെങ്കിലും അറിയാൻ നിധിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് സുഭാഷ് ചേട്ടനോട് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു. ചോദിക്കാമെന്ന് പറഞ്ഞു. ഇവർ നേരെ സുഭാഷ് ചേട്ടൻ്റെ അടുത്തേക്ക് പോവുക. അത് നോക്കി കണ്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുഭാഷിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ ഇവർ ചാന്ദിനി സുഭാഷിൻ്റെ അടുത്തേക്ക് വന്നതും ഇവർ സംസാരിക്കുന്നതും കണ്ടു. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു സ്റ്റോപ്പ് ഇട്ട് നമ്മുടെ സുധീഷ് നിന്നിട്ട് നിധി അത് കാണിച്ചു കൊടുക്കുക. നോക്കിയെന്നും പറഞ്ഞു. സുഭാഷ് അന്നേരം ചാന്ദിനിക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ചാന്ദിനിയല്ലേ എന്ന് ചോദിച്ചപ്പം അതെ ഏതായാലും നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞു. അതെന്താ നമ്മളോട് തനിയെ പോയി കളഞ്ഞേക്കാൻ സുഭാഷ് ചേട്ടൻ പറഞ്ഞതിൻ്റെ കാരണം ഇപ്പം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. എന്ത് കാരണം? ഒരുമാതിരി ഒന്നും അറിയാത്തതുപോലെ പൊട്ടം കളിക്കാൻ നിൽക്കരുത് കേട്ടോ നിധി. സുധീഷ് എന്താ ഉദ്ദേശിച്ചെന്ന് പറയാൻ പറഞ്ഞു. എൻ്റെ നിധി സുഭാഷ് ചേട്ടന് ചാന്ദിനിയോട് ഒറ്റയ്ക്ക് നടക്കാൻ ഇപ്പം മനസ്സിലായോ എന്ന് ചോദിച്ചപ്പം സുഭാഷ് ചേട്ടൻ നിങ്ങൾ ആരൊക്കെയാണെന്ന് നിങ്ങൾ പറഞ്ഞ് ബന്ധു, ചേട്ടൻ, അമ്മ, അച്ഛൻ എല്ലാം അല്ലേ? എന്നിട്ടും ആളെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്നേ വരെ ഒന്നും മനസ്സിലായിട്ടുമില്ല അല്ലേ എന്ന് ചോദിച്ചു. നിങ്ങളുടെ വീട്ടിൽ ഇത്തരം കള്ളത്തരം ഇല്ലാത്ത ഒരാൾ സുഭാഷ് ചേട്ടനാണ്. അപ്പോൾ ബാക്കി ഞങ്ങൾക്കെല്ലാം കള്ളത്തരം ഉണ്ടെന്നാണോ പറയുന്നത്? എന്താ സംശയം? അതിലേറ്റവും വലിയ കള്ളൻ നിങ്ങളാണ് നമ്മുടെ നിധി എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് ഇങ്ങനെ നിൽക്കാം. സത്യം കേൾക്കുമ്പോൾ ചിരിച്ചള്ളിയിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, വാ ഇങ്ങോട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിധി സുധീഷിനെയും കൂട്ടി സുഭാഷിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. എന്നാ മക്കളെന്ന് ചോദിച്ചപ്പം നിധിക്കൊരു സംശയം, സുഭാഷ് ചേട്ടാ അമ്മയുടെ നാട് ഇത് തന്നെയാണോ എന്ന്. അപ്പോൾ നമ്മുടെ സുഭാഷ് അതെന്താനെ ഇപ്പം അതൊക്കെ അറിഞ്ഞിട്ട് എന്ന് ചോദിച്ചു. ചുമ്മാ അറിയാൻ വേണ്ടി ചോദിച്ച സുഭാഷ് ചേട്ടാന്ന് നിധി പറഞ്ഞു. അല്ല അച്ഛൻ്റെ നാട് കണ്ടെത്തിയതുപോലെ അമ്മയുടെ നാടും പോയി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ നിധി പറയുമ്പോൾ സുഭാഷ് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ചിലപ്പോൾ പഴയ ബന്ധുക്കളൊക്കെ ആയിട്ട് അടുപ്പം വയ്ക്കാൻ പറ്റിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഇത്രയും കാലം കാണാത്ത ബന്ധുക്കളാണോ ഇനി അടുപ്പം വയ്ക്കാൻ പോകുന്നതെന്ന് സുഭാഷ് ചോദിച്ചു. അതൊന്നും ശരിയാകാൻ പോകുന്നില്ല മോളെ എന്നും പറഞ്ഞു. നിങ്ങളെപ്പോലെ ഒരു കുടുംബത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല. എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരാളും ഇല്ലാതെ ഇങ്ങനെ ശരിയാ. ആളുകൾ ഒറ്റയ്ക്കാകുന്നതേ അവരുടെ മാത്രം തെറ്റുകൊണ്ടോ കുറ്റം കൊണ്ടോ ഒന്നും അല്ലല്ലോ. ചില സാഹചര്യങ്ങൾ അങ്ങനെ ആക്കി മാറ്റുന്നു എന്നുള്ളതല്ലേ സത്യമെന്ന് സുഭാഷ് ഇങ്ങനെ നിധിയോട് പറയാം സമയത്ത്. അതെ നിങ്ങൾ കറങ്ങിക്കഴിഞ്ഞെങ്കിൽ വാ നമുക്ക് അപ്പുറത്തേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട സുഭാഷ് ഏട്ടൻ പോക്കോ ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞു സുധീഷ്. വാ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ചാന്ദിനിയും കൂട്ടി സുഭാഷ് ഏട്ടൻ അങ്ങോട്ടേക്ക് പോയി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും അവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു കേട്ടോ. നമ്മുടെ സുധീഷിന് ഭയങ്കര സന്തോഷം അവർ പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നല്ല ചേർച്ചയാണല്ലേ എന്ന് വെച്ചാൽ അല്ല ഈ ഭാഷയും ദേശമൊക്കെ വേറെ ആണെങ്കിലും രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നാണ് പറഞ്ഞതെന്ന് സുധീഷ് നിധിയോട്. അല്ല ഇത്തരം നല്ലൊരു സ്ഥലത്ത് വന്നിട്ടേ 3-4 ഫോട്ടോ എങ്കിലും എടുത്തു വയ്ക്കാൻ തോന്നിയോ തനിക്ക്? അത് ശരിയാണല്ലോ, എന്നാ എടുത്താലോ? അപ്പം ഞാൻ റെഡിയാന്ന് പറഞ്ഞു സുധീഷ്. അങ്ങനെ നമ്മുടെ നിധിയുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. അതെല്ലാം നിധിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നമുക്കൊരു സെൽഫി എടുത്താലോ? അതിനത് എടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സെൽഫി എടുക്കുന്നു. അതും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അങ്ങനെ ഇവർ അതിലിങ്ങനെ നടക്കുമ്പോഴത്തേക്കും സുഭാഷൻ തേടിയെന്ന് ലളിത ചോദിക്കുക. അശ്വൻ എന്ത് ചെയ്യുന്ന ലളിത ചോദിക്കുകയാണ് സുനന്ദയോട്. അപ്പോൾ സുഭാഷ് അതുവഴി വരുന്നത് കണ്ടിട്ടാണ് ലളിതയ്ക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാത്തത്. അവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുനന്ദ ഇരിക്കുന്നു. അപ്പോൾ ഇവരിതേ ഫോട്ടോയൊക്കെ നോക്കി ചിരിച്ച് കളിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് അതിലെ വരുന്നു. അങ്ങനത്തെ ഇവരവിടെ ഇരുന്ന് പായസമൊക്കെ കുടിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നടന്നു വന്നപ്പോഴത്തേക്ക് ഇവർക്കും കൂടിയുള്ള പായസമായിട്ട് നമ്മുടെ മണിച്ചേട്ടൻ അങ്ങോട്ടേക്കാണ്. അപ്പോൾ കുറച്ച് ചേച്ചിമാർ അങ്ങോട്ട്. നിങ്ങൾ ഇന്ന് ഇവിടെ കണ്ടിട്ടില്ലല്ലോ, പുതിയ ആൾക്കാരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരാം. തിരുവനന്തപുരത്ത് നിന്നല്ലേ ലളിതേ എന്ന് അന്നേരം കൂടെയുള്ളൊരു ചേച്ചി പറഞ്ഞു. അങ്ങനെ ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പരിചയപ്പെട്ടൊക്കെ ഉണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ്റെ മക്കളാണോ ഭാര്യയെ കൊന്നിട്ട് ജയിലിൽ പോയവൻ്റെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം അത് തന്നെ എന്നും പറഞ്ഞുകൊണ്ട് ലളിത അവരുടെ കൂടെ അങ്ങ് കൂടി. അപ്പോൾ ഭാസ്കരേട്ടൻ അത് കേട്ടപ്പോൾ സങ്കടമായി. പാപം ഇതുവരെ അനുഭവിച്ച് തീർന്നിട്ടില്ല, അതിൻ്റെ പ്രായശ്ചിത്തം ചെയ്യാൻ വന്നതാണെന്ന് ലളിത പറഞ്ഞപ്പോൾ എന്നതാ അമ്മയെ കാണിക്കുന്നതെന്ന് ചോദിച്ചു സുനിത. സത്യം പറയാൻ എന്തിനാ അടിയും അടിക്കുന്നേ എന്നും ചോദിച്ചുകൊണ്ട് അന്നേരത്തേക്കും ദേഷ്യപ്പെടുവാണ് ലളിത. അപ്പോൾ ഭാസ്കരേട്ടൻ എഴുന്നേറ്റ് അങ്ങ് ചെന്നു. അവിടെ നിന്ന് അങ്ങ് പോയി. എൻ്റെ പൊന്ന് ലളിതേച്ചി, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് ഉറപ്പില്ലാത്തതല്ലേ, വെറുതെ എന്നാത്തന്നെ അതൊക്കെ ഇവിടെ കയറി പറയുന്നത്? നല്ലൊരു കാര്യത്തിന് വേണ്ടി വന്നതല്ലേ എന്ന് ചോദിച്ചു മണി. നിനക്ക് എന്തറിയാടാ മണി, നീ നാട്ടിൽ വന്നിട്ട് അതൊക്കെ കാലമൊന്നും ആയില്ലല്ലോ എന്നും പറഞ്ഞ് ലളിത ഇങ്ങനെ ചാടി കയറി പറയട്ടോ. അങ്ങനെ ഇവരവിടെ ഇരുന്ന് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. ടാറ്റാ.